A day book which is used to record all cash receipts and all cash payments are called cash books or subsidiary books. It is one of the important subsidiary book or special journal that is prepared by an organization. Classified and grouped summary of all cash receipts and all cash payments which is taken together in an account is known as receipts and payments account. So രണ്ട് അക്കൗണ്ട്സിനെ പറ്റിയാണ് അല്ലെങ്കിൽ രണ്ട് ബുക്സിനെ പറ്റിയാണ് നമുക്ക് നോക്കേണ്ടത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഒന്ന്, ക്യാഷ് ബുക്ക്. സോ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആൻഡ് ക്യാഷ് ബുക്ക്? അത് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരു ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് നോക്കാം. സോ ഇവിടെ ഒരു ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് വരുന്നുണ്ട്. ലിസൺ, ഇവിടെ തന്നിട്ടുണ്ട് ക്യാഷ് ബുക്ക്. ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഏതൊരു ക്യാഷ് ബുക്കും ക്യാഷ് അക്കൗണ്ടും ഒരു ടി ഫോർമാറ്റാണ്. സോ ഇവിടെ ഒരു ഡെബിറ്റ് സൈഡും ഉണ്ട്, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിനകത്ത് റെസിപ്റ്റ്സ്, എല്ലാ റെസിപ്റ്റ്സും ക്യാഷ് റെസിപ്റ്റ്സും, ക്രെഡിറ്റ് സൈഡിനകത്ത് എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഡെബിറ്റ് സൈഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഡേറ്റ് കോളം, സെക്കൻഡ് പെർട്ടിക്കുലേഴ്സ് അല്ലെങ്കിൽ എല്ലാ റെസിപ്റ്റ്സും, തേർഡ് റെസിപ്റ്റ് നമ്പർ, ഫോർത്ത് ലെഡ്ജർ ഫോളിയോ, ദെൻ എമൗണ്ട്. ഡെബിറ്റ് സൈഡിൽ. അടുത്ത ക്രെഡിറ്റ് സൈഡിലും ഇതുപോലെ ഡേറ്റ്, ദെൻ പെർട്ടിക്കുലേഴ്സ്, അവിടെ വൗച്ചർ നമ്പർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഇത്രയും കോളംസ് ആണ് ഒരു ക്യാഷ് ബുക്കിനകത്ത് വരിക. അതൊരു സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ്. നെക്സ്റ്റ് ഇനി അതിനകത്ത് വരുന്ന ഡേറ്റിൻ്റെ താഴെ നമുക്കറിയാം ക്യാഷ് ബുക്ക് ഒരു ഡേ ബുക്കാന്ന് പറഞ്ഞു. വിച്ച് മീൻസ് ഒരു ഡേയിൽ അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് സംഭവിക്കുന്നത് എല്ലാം ക്രോണോളജിക്കൽ ഓർഡറിലായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ജേണൽ. ഇതൊരു സ്പെഷ്യൽ ജേണലാണ് അല്ലെങ്കിൽ ഒരു സബ്സിഡിയറി ബുക്കാണ്. സോ അത് ഓർഡർ സംഭവിക്കുന്നതനുസരിച്ച് നമ്മളത് റെക്കോർഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഡേ 1 ഫസ്റ്റ്, ഏപ്രിൽ ഫസ്റ്റിന് ട്രാൻസാക്ഷൻ നടക്കുവാണ്, അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റിന് അവിടെ ബാലൻസ് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നു, സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് 10th ഇൻട്രസ്റ്റ് നമുക്ക് റിസീവ് ചെയ്യാണ്. ദെൻ റെൻറ്റ് റിസീവ് ചെയ്യുന്നു, ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നു, എഗെയിൻ സബ്സ്ക്രിപ്ഷൻസ് റിസീവ് ചെയ്യുന്നു, എൻട്രൻസ് ഫീ റിസീവ് ചെയ്യുന്നു, ദെൻ എഗെയിൻ ഇൻട്രസ്റ്റ് വരുന്നു, റെൻറ്റ്, സബ്സ്ക്രിപ്ഷൻ, ഡിവിഡൻഡ്, എൻട്രൻസ് ഫീ, ഇതൊക്കെ നമുക്ക് റെസീപ്റ്റാണ്, കിട്ടിയതാണ്. സോ ഈ കിട്ടിയതെല്ലാം നമ്മൾ റെസീപ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അടുത്ത പേയ്മെൻറ്റ് സൈഡ് നോക്കുമ്പോൾ പേയ്മെൻറ്റ് സൈഡിനകത്തും പറഞ്ഞു ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്. അവിടെ വരുന്ന റെസീപ്റ്റ് നമ്പർ അല്ല, വൗച്ചർ നമ്പറാണ്. വൗച്ചർ നമ്പർ, ദെൻ ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. അവിടെ വരുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് നടത്തിയതാണ്. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, പ്രിൻറ്റിങ് ഒരു പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അത് സെക്കൻഡിനാണ്. ദെൻ വരുന്നത് 5th ഇലക്ട്രിസിറ്റി ചാർജസ് പെയ്ഡ്, സാലറീസ് പെയ്ഡ്, ഓഫീസ് എക്സ്പെൻസസ് പെയ്ഡ്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് പെയ്ഡ്, മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ്, ദെൻ ഓഫീസ് എക്സ്പെൻസസ് പെയ്ഡ്, സാലറീസ് പെയ്ഡ്, പ്രിൻറ്റിങ് പെയ്ഡ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി പെയ്ഡ്, ദെൻ ഓഫീസ് എക്സ്പെൻസസ്. ഇത്രയും ഐറ്റംസ് പേയ്മെൻ്റ് ആയിട്ട് വരുന്നു. സോ ഒരു ക്യാഷ് ബുക്ക് ഫൈനലായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? രണ്ട് സൈഡും ആഡ് ചെയ്ത് നോക്കും. ഏതാണോ അക്കൗണ്ട് എങ്ങനെയാണോ നമ്മൾ സാധാരണ ബാലൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഏത് സൈഡാണോ കൂടുതൽ വരുന്നത് ആ സൈഡ് ആ എമൗണ്ട് ഇവിടെ കാണിക്കും. സോ ഇവിടെ വരുന്നത് ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നത്. സോ 73,500 ആണ് ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ വരുന്നത്. അതേ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിലോട്ടും പാസ് ചെയ്തു. ക്രെഡിറ്റ് സൈഡിലുള്ള ബാക്കിയുള്ള 3 എമൗണ്ട്സ് ആഡ് ചെയ്തപ്പോൾ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 49,000 ആണ്. സോ ഈ 49,000 നമ്മൾ പറയുന്നത് ബാലൻസ് ക്യാരി ഡൗൺ ആണെന്നാണ്. ലാസ്റ്റ് ഡേ, ഇപ്പം നമ്മളിവിടെ മന്ത്ലി ആണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മന്തിൻ്റെ അവസാനം വരുന്ന എമൗണ്ട് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യണം നെക്സ്റ്റ് ദിവസം. സോ അടുത്ത് നമ്മൾ നോക്കുമ്പോൾ അറിയാം 1/5/2019 അത് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യണം. ഇതാണ് സാധാരണ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ്. സോ ആ ഡേറ്റ് അവിടെ കാണിക്കും. ഡേറ്റിനകത്ത് നിന്ന് ആ ഡേറ്റിൽ അനുസരിച്ച് അതിനകത്ത് സംഭവിക്കുന്ന ആ ട്രാൻസാക്ഷൻ എന്താണോ അത് നമ്മളവിടെ എൻ്റർ ചെയ്യും. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ കഴിയും തോറും നെക്സ്റ്റ് അടുത്ത ട്രാൻസാക്ഷൻ വരും. ചിലപ്പോൾ നമ്മളിതിനെ ഒരു ഡേ ബുക്കാന്ന് പറയാൻ കാരണം തന്നെ ഒരു ഡെയിലി ബേസിസിലാണ് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ആ ഡെയിലി ബേസിസിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഡേ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് കണ്ടുപിടിച്ച് ക്ലോസ് ചെയ്യും. സോ നെക്സ്റ്റ് ഡേയിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ലൈക്ക് പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഡേയിൽ കംപ്ലീറ്റ് ആയിട്ട് അടുത്ത ഡേറ്റിലോട്ട് നമ്മളത് ട്രാൻസ്ഫർ ചെയ്ത് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ അവിടെ നിന്ന് അടുത്ത ട്രാൻസാക്ഷൻസ് ഒക്കെ തുടങ്ങും. ആ ഡേയുടെ എൻഡ് ആകുമ്പോഴത്തേനും പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്ത് നെക്സ്റ്റ് ക്യാരി ഫോർവേഡ് ചെയ്യും.
അങ്ങനെ ക്യാരി ഡൗൺ ചെയ്ത് അടുത്ത ഡേറ്റിലോട്ട് കൊണ്ടുപോകും, അത് ബ്രോ ഡൗൺ ചെയ്യും, പിന്നെയും ക്യാരി ഡൗൺ ചെയ്യും. അങ്ങനെയാണ് സാധാരണ നമ്മളൊരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. ഇവിടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. നോക്കി, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും സെയിം ഒരു ടി ഫോർമാറ്റ് ആണ്. അതായത് ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ട്, ഒരു ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. പക്ഷേ ക്യാഷ് ബുക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡ് നോക്കുമ്പോൾ 2 കോളമേ ഉള്ളൂ. ഡെബിറ്റ് സൈഡിൽ ഓൾ റെസീപ്റ്റ്സ് ആൻഡ് എമൗണ്ട്, അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ്സ് ആൻഡ് എമൗണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ അക്കൗണ്ടിൻ്റെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലല്ലത് റെസീപ്റ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതാ നോക്കി. ഫസ്റ്റ് ബാലൻസ് ബ്രോട്ട് ഡൗൺ, അത് കഴിഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷൻസ്, ദെൻ ഇൻട്രസ്റ്റ്, ദെൻ റെൻറ്റ്, ദെൻ ഡിവിഡൻറ്റ്, നെക്സ്റ്റ് എൻട്രൻസ് ഫീ. ഇത്രയും ഐറ്റംസേ ഉള്ളൂ. അടുത്ത പേയ്മെൻറ്റ് സൈഡിൽ നോക്കുമ്പോഴോ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ഇലക്ട്രിസിറ്റി ചാർജസ്, ദെൻ സാലറീസ്, ഓഫീസ് എക്സ്പെൻസസ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, മുനിസിപ്പൽ ടാക്സസ്. സോ അത്രയും ഐറ്റംസ് ആണ് ക്രെഡിറ്റ് സൈഡിൽ, അതായത് പേയ്മെൻറ്റ് സൈഡിൽ നമുക്ക് വന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ അക്കൗണ്ട് നമ്മൾ പറഞ്ഞു, ഓൾറെഡി ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ക്ലോസ് ചെയ്യാം. സോ ടോട്ടൽ എടുക്കുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ, 73,500. സോ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ക്രെഡിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഡിഫറൻസ് വരുന്ന 49,000. 49,000 ഇവിടെ ക്യാഷ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ പറയുന്നത് ബാലൻസ് ക്യാരി ഡൗൺ 49,000. ഇതാണൊരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്, അല്ലെങ്കിൽ ഈ ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നമ്മൾ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഡിഫറൻസസ് നോക്കണം. ഇവിടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും അല്ലെങ്കിൽ ക്യാഷ് ബുക്കും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും നമ്മൾ ഡിഫറൻസ് നോക്കുമ്പോൾ ക്യാഷ് ബുക്കിനകത്ത് ഒരു കോളം എക്സ്ട്രാ വരുന്നുണ്ട് ഡെബിറ്റ് സൈഡിൽ. ഒന്നല്ല 3 കോളം എക്സ്ട്രാ വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ റെസീപ്റ്റ് നമ്പറും ലെഡ്ജർ ഫോളിയോ നമ്മൾ നോക്കണ്ട, എങ്കിലും ഒരു കോളം എക്സ്ട്രാ വരുന്നുണ്ട്. അതേതാണ്? ഡേറ്റ് ആണ് അല്ലേ. ക്യാഷ് ബുക്കിനകത്ത് എല്ലാ ഡേറ്റും നമ്മൾ ഒരു ഓർഡർ അനുസരിച്ച് ഇടുന്നു. വേറസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഡേറ്റിൻ്റെ കോളം ഇല്ല. വിച്ച് മീൻസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഈസ് നോട്ട് പ്രിപ്പയർഡ് ഓൺ ഡെയിലി ബേസിസ്. ഡെയിലി ബേസിസിലല്ല റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ നമ്മൾ നോക്കും റെസീപ്റ്റ് സൈഡിലെ പെർട്ടിക്കുലേഴ്സിനകത്ത് നമ്മൾ നോക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം നോക്കാം. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം 3 പ്രാവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് സബ്സ്ക്രിപ്ഷൻ 2,500, എഗെയിൻ സബ്സ്ക്രിപ്ഷൻ ഒരു 2,500, ദെൻ സബ്സ്ക്രിപ്ഷൻ വരുന്നത് 7,500. അങ്ങനെ 3 പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്. സോ ടോട്ടലി 7,000 പ്ലസ് 7,500 പ്ലസ് 2,500 പ്ലസ് 2,500 എല്ലാം കൂടെ 12,500 ആണ്. ഇനി റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നോക്കിയേ, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ വരുന്നുള്ളൂ. ആ എമൗണ്ട് എത്രയാണ്? 12,500 ആണ്. വിച്ച് മീൻസ് ക്യാഷ് ബുക്കിനകത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും, അല്ലെങ്കിൽ ഡേറ്റ് വൈസ് ആയിട്ട് ഓരോ ഡീറ്റെയിൽ ആയിട്ട് എഴുതും. ഈ ദിവസം ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആദ്യം നടന്നത് 1/4/2019 സോ അത് നമ്മൾ ആ ഡേറ്റ് ഇട്ട് സബ്സ്ക്രിപ്ഷൻ കാണിച്ചു. ദെൻ നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ കാണിക്കുന്നത് 16th April 16/4/2019 അങ്ങനെ ഓരോ ഡേറ്റ് വൈസ് ആയിട്ട് കാണിക്കും. ഒന്നാമത്തെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും, ഏത് ദിവസം എത്ര കിട്ടി. വേറസ് ഇൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഒന്നുമില്ല. ടോട്ടൽ സബ്സ്ക്രിപ്ഷൻസ് അത് മാത്രം നമ്മൾ കാണിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറിയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. അപ്പോൾ നോക്കിയേ, സം ടോട്ടൽ ഓഫ് ഓൾ റെസീപ്റ്റ്സ്, ഇവിടെ 3 പ്രാവശ്യം റെസീപ്റ്റ്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ 3ൻ്റെയും കൂടെ സം ടോട്ടലാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലായിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് നമ്മുടെ ക്യാഷ് ബുക്കിനകത്ത് നോക്കുവാണെങ്കിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അതായത് 1,500 കിട്ടിയിട്ടുണ്ട്, 4,500 കിട്ടിയിട്ടുണ്ട്. വേറസ് ഇൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നോക്കിയേ, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പ്രാവശ്യം തന്നിട്ടുള്ളൂ, 6,000 rupees. 4,500 പ്ലസ് 1,500 6,000 rupees ആണ് ടോട്ടൽ വരുന്ന ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് റെൻറ്റ് നോക്കുവാണെങ്കിലും റെൻറ്റും 2 പ്രാവശ്യം വരുന്നുണ്ട്. 3,500 അഗെയിൻ ഒരു 3,500. ഇൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആണെങ്കിലോ റെൻറ്റ് ഒറ്റ പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ, 7,000 rupees. നെക്സ്റ്റ് ഡിവിഡൻറ്റ് 1,500 ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് 2,500 ഇപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴോ 4,000 rupees ആണ് ഡിവിഡൻറ്റ്. അത് നമ്മൾ ഒറ്റ പ്രാവശ്യമായിട്ട് കാണിച്ചു. ദെൻ ലാസ്റ്റ് എൻട്രൻസ് ഫീ 2 പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്, ഒരു 2,000 എഗെയിൻ ഒരു 2,000. രണ്ടും കൂടെ ആഡ് ചെയ്തു. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കാണിക്കുന്നത് എത്രയാണ്? 4,000 rupees ആണ്.
സോ ഇതാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നത്. സോ കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് ഡേറ്റ് ഇല്ല, രണ്ടാമത്തത് ഡേറ്റ് വൈസിലല്ല എങ്കിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവത്തില്ല, ഏത് ഡേറ്റ് ആണ് എങ്ങനെയാണ് എന്നുള്ളൊരു ഡീറ്റെയിൽസ് ഉണ്ടാവത്തില്ല. ക്ലിയർ? ഇതുപോലെ തന്നെയാണ് പേയ്മെൻറ്റിൻ്റെ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. നിങ്ങൾ ഇതിനെ നോക്കി പേയ്മെൻറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 2 പ്രാവശ്യം വരുന്നുണ്ട്. അത് രണ്ടും കൂടെ കൂട്ടി 2000 + 2000 4000 ഒറ്റ എമൗണ്ടാണ് പേയ്മെൻറ്റ് സൈഡിൽ വരുന്നത്. അതുപോലെ ഇലക്ട്രിസിറ്റി ചാർജസ്, സാലറീസ്, ഓഫീസ് എക്സ്പെൻസസ്, ഇതെല്ലാത്തിൻ്റെയും സം ടോട്ടൽ മാത്രമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇത് വെച്ച് തന്നെ പറയാം, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ ഡിഫറൻസിനകത്ത് പറയുന്നത്. ഫസ്റ്റ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. വേറെ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ് ഡീറ്റെയിൽസ്, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. അല്ലെ ഡേറ്റ് വൈസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഡീറ്റെയിൽ വൈസ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് സാധാരണ നമ്മൾ പറഞ്ഞു ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്, അല്ലേ? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. പക്ഷേ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും പ്രിപ്പയർ ചെയ്യും, പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസും പ്രിപ്പയർ ചെയ്യും. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും മാത്രമായിരിക്കും. ഓക്കെ, ക്യാഷ് ബുക്ക് ആണെങ്കിൽ 2 ഓർഗനൈസേഷൻസും ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇനി ബാലൻസ് ചെയ്യുന്ന കാര്യം നോക്കുമ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ആൻ ഇയർ, ഒരു വർഷത്തിൻ്റെ അവസാനം ആയിരിക്കും. നമ്മുടെ അക്കൗണ്ടിങ് ഇയറിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഡേയിലായിരിക്കും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. വേറെസ് ഇൻ ക്യാഷ് ബുക്ക് നമ്മൾ പറഞ്ഞു അത് ഡെയിലി ബേസിസിലാണെങ്കിൽ നമ്മൾ എവറി ഡേ അത് എന്ത് ചെയ്യും, ഓരോ ദിവസവും നമ്മൾ ബാലൻസ് ചെയ്ത് പോകും. സപ്പോസ് ഇപ്പോൾ നമ്മൾ മന്ത്ലി ആണ്, ഇവിടെ എടുത്തേക്കുന്ന മന്ത്ലി ആണ്, അങ്ങനെയാണെങ്കിൽ ഓരോ മന്ത് കഴിയുമ്പോഴും നമ്മൾ ബാലൻസ് ചെയ്ത് പോകും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ട്രാൻസാക്ഷൻസ് ഇൻ ഓർഗനൈസേഷൻ. ഒത്തിരി ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഡെയിലി ചെയ്യാൻ പറ്റും, കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ബൈ മന്ത്ലി വേണമെങ്കിലും ചെയ്യാം. സോ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. ഓരോന്നായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഡിഫറൻസിയേഷൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ക്യാഷ് ബുക്കിനകത്ത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എൻട്രീസ് ആർ മെയ്ഡ് ഡേറ്റ് വൈസ്, വേറസ് ഇൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എൻട്രീസ് ആർ നോട്ട് മെയ്ഡ് ഇൻ ഡേറ്റ് വൈസ്. Second, entries are made in details. Cash book inathu all entries are made in details, whereas receipts and payments account inathu entries are made in classified form, അല്ലെങ്കിൽ not in detail. Third, നമ്മൾ പറഞ്ഞു this account is maintained by profit making organization and not for profit making organization, whereas receipts and payments account which is maintained by not for profit organizations. Then cash book is prepared on daily basis, whereas receipts and payments account is prepared on yearly basis. Then it is cash book is balanced on daily basis, ഇപ്പോൾ daily ആണെങ്കിൽ balance on daily basis, whereas receipts and payments account balances on yearly basis or at the end of the accounting year. So these are the difference between receipts and payments account and cash book.